പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ? 105 സങ്കീർത്തനം 15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ അഭിഷക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. മനുഷ്യൻ ഒരു കാര്യത്തിൽ വാണിങ് തരുന്നത് പോലെയല്ല ദൈവം ഒരു കാര്യത്തിൽ വാണിങ് തരുന്നത്. മനുഷ്യൻ തന്ന വാണിങ് മറ്റൊരു മനുഷ്യൻ്റെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ വേറൊരു ശക്തി കൊണ്ടോ അതിനെ പൊളിച്ചു മാറ്റി കളയാൻ പറ്റും. മനുഷ്യൻ്റെ ചില പ്ലാനുകളെ തകർത്ത് കളയാൻ പറ്റും. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഒരു വ്യക്തിയുടെ മേലുള്ളതിനെ മറ്റൊരു ശക്തി കൊണ്ടും പൊളിച്ചു കളയാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ്? കാരണം അവൻ ദൈവത്തിൻ്റെ അഭിഷക്തനാണ്. ഈ കാലഘട്ടത്തിൽ ആരാണ് അഭിഷക്തൻ? പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കുകയും അതനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ദിനം തോറും പരിശുദ്ധാത്മ സ്നാനം എന്നത് ഒരു ആഗ്രഹമായി ദാഹമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അവനെ ഈ കാലഘട്ടത്തിൻ്റെ അഭിഷക്തനായിട്ട് വിവരിക്കാം. അങ്ങനെയാണെങ്കിൽ ദൈവം തൻ്റെ വാക്ക് മാറ്റിയിട്ടില്ല. ഇന്നും അതേ സംരക്ഷണം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ കിടക്കുന്നു. എൻ്റെ അഭിഷക്തനെ തൊടരുത്, എൻ്റെ പ്രവാചകന് ഒരു ദോഷവും ചെയ്യരുത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുക. മനുഷ്യർക്ക് തകർക്കാൻ സാധിക്കാത്ത വലിയൊരു തീ മതിലിൻ്റെ നടുവിൽ ദൈവം നിങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കും. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും.